ചരിത്രത്തിലാദ്യമായാണ് കോഴിക്കോട്ട് അതിരാത്രം സംഘടിപ്പിക്കപ്പെട്ടത്. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് അതൊരു വേറിട്ട അനുഭവമായി. ശ്രൗതയാഗങ്ങളിൽ പ്രധാനപ്പെട്ടതും ദൈർഘ്യമേറിയതുമാണ് അതിരാത്രം. 2014 കാശ്യപാശ്രമം വിപുലമായ രീതിയിൽ അഗ്നിഷ്ടോമ സോമയാഗം സംഘടിപ്പിച്ചിരുന്നു. അഗ്നിഷ്ടോമത്തിന് ശേഷം ചെയ്യുന്നതാണ് അതിരാത്രം. പകൽ തുടങ്ങുന്ന സോമയജ്ഞക്രിയകൾ രാത്രിയിലും തുടർന്ന് പിറ്റേന്ന് വരെയും നീണ്ടു നിൽക്കുന്നതിനാൽ രാത്രിയെ അതിക്രമിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അതിരാത്രം എന്ന പേര് വന്നത്. അതിരാത്രം അതിൻ്റെ ക്രിയാപദ്ധതിയിൽ സാധാരണ യാഗങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് രാത്രിയും ആഹുതി ഉണ്ട് എന്നുള്ളതാണ് ഒരു വിശേഷം. അതിലുപരിയായിട്ട് രാത്രത്തെ, ഇരുട്ടിനെ, അന്ധകാരത്തെ, അജ്ഞാനത്തെ അതിക്രമിക്കുന്നത്, പ്രകാശത്തിലേക്ക് നയിക്കുന്നത്, ആ ഒരു ഭാവത്തിൽ ഇത് വളരെ നല്ല രീതിയിൽ ആയി തീരട്ടെ എന്നുള്ള സങ്കല്പമാണ് എല്ലാവർക്കും ഉള്ളത്. വേദത്തെയും വൈദിക പദ്ധതികളെയും സമൂഹത്തിന് പരിചയപ്പെടുത്താൻ കൂടി ഇത്തരം ക്രിയകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സഹായകമാണ്. അഗ്നിഷ്ടോമത്തിൽ പ്രാതസവനം, മാദ്യന്തിന സവനം, തൃതീയ സവനം എന്നിങ്ങനെ പകൽ 3 നേരങ്ങളിൽ നടക്കുന്ന സോമാഹൂതികളാണുള്ളത്. 1000 ഇഷ്ടികകൾ കൊണ്ട് 5 പാളികളിലായി പ്രത്യേക രീതിയിൽ അടുക്കി നിർമ്മിക്കുന്ന യാഗപീഠം അതിരാത്രത്തിന്റെ പ്രത്യേകതയാണ്. ചിറകു വിരിച്ച പരുന്തിന്റെ രൂപത്തിലാണ് യാഗപീഠം നിർമ്മിച്ചത്. സമൂഹാഗ്നിഹോത്രം, വിദ്വൽ സദസ്സുകൾ, കലാപരിപാടികൾ, ശാസ്ത്ര പ്രദർശനങ്ങൾ, വീഡിയോ പ്രദർശനങ്ങൾ, സന്യാസ സഭ എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. ഈ ഒരു യാഗം ലോകത്തിൻ്റെ സമാധാനത്തിനും ലോകത്തിനും മുഴുവനും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്നുള്ള ഉദ്ദേശ്യത്തോടു കൂടിയാണ് നടക്കുന്നത് എന്ന അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാരിൽ ലോകസമാധാനം ഉണ്ടാകണം, ലോകത്തിൽ മുഴുവനും ഐശ്വര്യം ഉണ്ടാകണം എന്നൊരു ചിന്ത ഉളവാകുമ്പോൾ ആ ഒരു ചിന്ത തന്നെ തീർച്ചയായിട്ടും സമൂഹത്തിന് വലിയൊരു ഇതാണ്. അവരൊക്കെ തന്നെയും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ചിന്തയോടുകൂടി തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെ ലോകത്തിലുള്ള മനുഷ്യരിൽ മാറ്റം വരുത്താൻ ഇത്തരം യാഗങ്ങൾ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. യാഗസംസ്കാരവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലുണ്ടായ ഗണിത ജ്യോതിശാസ്ത്ര വളർച്ചയുടെ ചരിത്രത്തെ യാഗഭൂമിയിൽ പ്രദർശിപ്പിച്ചു. കൂടാതെ അതിരാത്രം പൂർണ്ണമായും വീഡിയോയിൽ പകർത്തി ഗവേഷണത്തിനുതകും വിധം സംരക്ഷിക്കുകയും ചെയ്തു. ആചാര്യശ്രീ MR രാജേഷിന്റെ നേതൃത്വത്തിൽ കാശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷനാണ് അതിരാത്രം സംഘടിപ്പിച്ചത്. 10 ദിവസത്തെ അതിരാത്രത്തിൽ അഗ്നി ചയനം, അതായത് എങ്ങനെയാണ് അഗ്നിയുടെ ഉപയോഗം നമ്മുടെ അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തുന്നത്, യാഗം എങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ മാറ്റം വരുന്നതെന്നുള്ളത് പഠിക്കുന്നതിന് വേണ്ടി സ്പെക്ട്രോഗ്രാഫി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പെക്ട്രോഗ്രാഫി വെച്ചിട്ടുള്ള പഠനം നടത്തിയത് ഭാരതത്തിലെ പ്രശസ്തനായ ഒരു ഫിസിസിസ്റ്റാണ് ഡോക്ടർ സക്സേന. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പഠനങ്ങളിൽ നിന്ന് ഈ ക്ലൗഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് ഇത് എത്രമാത്രം പ്രയോജനം ചെയ്യുന്നുണ്ടെന്നുള്ള പഠനം നടന്നിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ 8 ദിവസമായിട്ട് ഇവിടെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ പങ്കെടുക്കുന്ന ആളുകളുടെ EEG ലെവലിൽ മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് പഠനം നടത്തി. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പഠനവും ഇവിടെ അനുബന്ധമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മാനസികമായ ഒരു വലിയ സമാധാനമാണ്. ഇവിടെ വന്നു പോകുന്നവരെല്ലാവരും പറഞ്ഞ് ഈ അന്തരീക്ഷത്തിൽ എത്തിയാൽ അവർക്ക് പോകാൻ തോന്നുന്നില്ല, ഇവിടെ നിൽക്കാൻ തോന്നുന്നു എന്നുള്ളതാണ്. അപ്പം അത്രയും വലിയൊരു മാറ്റം ഇവിടെ ഉള്ളതുകൊണ്ടാണല്ലോ അത് സംഭവിച്ചത്. ലോകത്തിന് നന്മയുണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെയാണ് അതിരാത്രം സമാപിച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്.